making a shower. It was an evening after a heavy rain. Grandfather was picking flowers from the jasmine bush under the sandalwood tree. The leaves of the tree were full of raindrops. I knew I could make rain if I shook the tree, and grandfather I would get a good shower. I liked bathing in the rain, but he might not like it. But it would be great fun. അവിടെ ഒരു വൈകുന്നേരത്തിന് ശേഷമുള്ള ഒരു വലിയ മഴയായിരുന്നു. മഴയ്ക്ക് ശേഷമുള്ള ഒരു വൈകുന്നേരമായിരുന്നു. അവിടെ ഗ്രാൻഡ് ഫാദർ എന്തോന്ന് ചെയ്തു, മുത്തശ്ശൻ എന്ത് ചെയ്യുകയായിരുന്നു, ഈ മുല്ലച്ചെടികളിൽ നിന്ന് മുല്ലപ്പൂക്കൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മുല്ലച്ചെടി എന്ന് പറയുന്നത് ഒരു ചന്ദന മരത്തിൻ്റെ താഴെയായിട്ട് നിൽക്കുന്നതായിരുന്നു. ആ മരം മുഴുവനും ഈ മഴത്തുള്ളികളൊക്കെ മഴ പെയ്ത് മഴത്തുള്ളികളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു മരമായിരുന്നു. എനിക്കറിയാമായിരുന്നു എനിക്ക് അതിൽ ഒരു മഴ പെയ്യിക്കാൻ കഴിയുമെന്ന്. ഞാൻ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ മരത്തെ പിടിച്ച് കുലുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു നല്ലൊരു ഷവർ എനിക്ക് കിട്ടുമായിരുന്നു എന്ന് രാജയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇതൊരിക്കലും അദ്ദേഹം ഉണ്ടാവുകയില്ല. എനിക്ക് ഈ മഴയത്ത് കുളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും അത് ഇഷ്ടപ്പെടാൻ വഴിയില്ല. ഇത് ഒരു ഫണ്ണായിരിക്കും, ഒരു നല്ല തമാശയായിരിക്കുമെന്ന് രാജ മനസ്സിൽ വിചാരിച്ചു. So I quietly went near the sandalwood tree and shook it with all my strength. There were a heavy shower and both grandfather and I were soaked. I loved it, but grandfather did not. He turned to me with an angry look. I was sure he would catch me and beat me, so I ran. He ran after me. I ran fast, but he ran faster. He had almost caught me when he stopped and fell. I ran away to the paddy field and hid myself there. I heard grandfather shout that he would teach me a lesson when I came back home. So I quietly went near the sandalwood tree and shook it with all my strength. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് രാജ ചെന്ന് ആ സാൻഡൽവുഡ് ട്രീയെ പിടിച്ചൊന്ന് കുലുക്കി. അവൻ്റെ പരമാവധി ശക്തി ഉപയോഗിച്ച് ആ സാൻഡൽവുഡ് ട്രീനെ, ആ ചന്ദനമരത്തെ ഇങ്ങനെ കുലുക്കുകയാണ്. There was a heavy shower and both grandfather and I were soaked. എനിക്ക് നല്ലൊരു മഴ കിട്ടി. ആ സമയത്ത് എന്തോന്ന് ചെയ്തു, ഞാനും അതുപോലെ എൻ്റെ മുത്തച്ഛനും നനഞ്ഞു. ഐ ലവ്ഡ് ഇറ്റ്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഗ്രാൻഡ് ഫാദറിന് അത് ഒട്ടും ഇഷ്ടമായില്ല. അദ്ദേഹം എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി, വളരെ ദേഷ്യത്തോടെ എന്നെ തിരിഞ്ഞു നോക്കുകയാണ്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതായത് രാജയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു, അദ്ദേഹം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് അടി കിട്ടുമെന്ന് രാജയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. സോ അവൻ അപ്പോഴത്തേക്ക് ഓടിക്കളഞ്ഞു. പിന്നെ അദ്ദേഹവും മുത്തച്ഛനും അവൻ്റെ പിറകെ ഓടാൻ തുടങ്ങി. ഓടി ഫാസ്റ്റായിട്ട് ഓടി, വളരെ സ്പീഡിനോടി. അവനെ പിടികിട്ടും എന്നുള്ള ഒരവസ്ഥയിൽ മുത്തച്ഛൻ മുട്ടുകുത്തി താഴെ വീണു. ആ സമയത്ത് രാജ ഓടി പാഡി ഫീൽഡിലേക്ക്, നെൽപ്പാടത്തിലേക്ക് കയറി അവിടെ ഒളിച്ചിരുന്നു. ആ സമയത്ത് രാജയ്ക്ക് കേൾക്കാമായിരുന്നു അകലെ നിന്ന് ഗ്രാൻഡ് ഫാദർ പറയുന്നത്, നീ തിരിച്ചു വരുമ്പോൾ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് മുത്തശ്ശൻ പറയുന്നത് അവന് കേൾക്കാമായിരുന്നു. I did not want to go home because I feared grandfather would beat me. I stayed on in the fields. It was getting dark. I was afraid to stay there alone in the darkness. I remembered all the ghost stories I had heard. I stood up, looked around, and then ran towards home.
എനിക്ക് പേടിയായിരുന്നു, അതായത് രാജയ്ക്ക് വളരെ പേടിയായിരുന്നു വീട്ടിലേക്ക് ചെല്ലാൻ. ഗ്രാൻഡ് ഫാദറിനെ പേടിച്ചുകൊണ്ട്, മുത്തശ്ശനെ പേടിച്ചുകൊണ്ട് അവന് തിരിച്ചു പോകാനായിട്ട് വളരെ പേടിയായിരുന്നു. ഗ്രാൻഡ് ഫാദർ മുത്തശ്ശനെ എന്തായാലും ഉറപ്പായിട്ടും എന്നെ അടിക്കുമെന്ന്, അതായത് രാജയെ അടിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അവൻ അവിടെ തന്നെ ഇരുന്നു, പാഡി ഫീൽഡിൽ തന്നെ ഇരുന്നു. അപ്പോഴേക്ക് വളരെ ഇരുട്ടായി തുടങ്ങി. അവൻ വളരെ പേടിച്ചു തുടങ്ങി. അവൻ ആ സമയത്ത് ഈ ഇരുട്ടത്ത് അവൻ കേട്ട കഥകൾ, പ്രേത കഥകൾ ഇങ്ങനെ ഓർക്കാനായിട്ട് തുടങ്ങി. അപ്പോഴവന് പേടിയായി. അവൻ എഴുന്നേറ്റ് ചുറ്റും നോക്കിയിട്ട് വീട്ടിലേക്ക് ഓടി അങ്ങ് പോയി. I was still afraid to face grandfather, so I did not go inside the house. I went to the cowshed and took shelter in the loft. From there, I could see grandfather sitting on the veranda saying his prayers. I was still afraid to face grandfather. അവൻ വീട്ടിലേക്ക് എത്തിച്ചേർന്നെങ്കിലും അവന് വളരെ പേടിയായിരുന്നു മുത്തച്ഛനെ ഫേസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് അവൻ വീട്ടിനകത്തേക്ക് പോയില്ല. അവൻ ആ പശുത്തൊഴുത്തിൽ അവിടെ ഒരു അഭയമൊരുക്കി, അല്ലെങ്കിൽ അവിടെ അവനിരുന്നു. അവിടെ മേൽക്കൂരയ്ക്ക് താഴെയുള്ള സ്ഥലത്തേക്ക് അവനിരുന്നു. അവിടെ ഇരുന്ന് അവന് കാണാമായിരുന്നു മുത്തച്ഛൻ വരാന്തയിലിരുന്ന് മന്ത്രങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഉരുവിടുന്നത് അവന് കേൾക്കാമായിരുന്നു. ഗ്രാൻഡ്ഫാദർ വാസ് വെയിറ്റിംഗ് ഫോർ മീ വെൻ ഐ ഡിഡ് നോട്ട് ടേൺ അപ്പ്. She looked for me. Grandmother was waiting for me when I did not turn up. She looked for me everywhere in the house. Then she came out and called aloud for me, thinking that I was somewhere in the garden. She did not get any answer. Then she went to grandfather and asked him where I was. You look for him in the house. Grandfather said, he's hiding somewhere. Grandmother was waiting for me. എന്നെ തെരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്നെ കാത്തിരിക്കുകയായിരുന്നു മുത്തശ്ശി. When I did not turn up, she looked for me everywhere in the house. ഞാൻ തിരിച്ചു വരാതായപ്പോഴത്തേക്ക് ആ വീട്ടിനകത്ത് മുഴുവൻ എന്നെ തിരയുമായിരുന്നു മുത്തശ്ശി. Then she came out and called aloud for me, thinking that I was somewhere in the garden. അവിടെ ഒന്ന് കാണാതായപ്പോൾ മുത്തശ്ശി വിചാരിച്ചു ഞാൻ ഗാർഡനിൽ കാണുമെന്ന് വിചാരിച്ചു. അവൾ അത്രയും ഉറക്കെ വിളിക്കുകയാണ് എൻ്റെ പേര് വിളിച്ച്. She did not get any answer. മുത്തശ്ശിക്ക് ഒരു റിപ്ലൈ കിട്ടിയില്ല. Then she went to grandfather and asked him where I was. ഒരു മറുപടിയും കിട്ടാതായപ്പോൾ മുത്തശ്ശി എന്തോ ചെയ്തു? മുത്തശ്ശനോട് ചോദിച്ചു, ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു. യു ലുക്ക് ഫോർ ഹിം ഇൻ ദ ഹൗസ്. നീ അവിടെ വീട്ടിനകത്ത് നോക്കൂ. ഗ്രാൻഡ്ഫാദർ സെഡ്, ഹീസ് ഹൈഡിങ് സംവെയർ. അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും എന്ന് മുത്തശ്ശൻ പറയുകയാണ്. ഹീസ് നോട്ട് ഇൻ ദ ഹൗസ്. അവൻ ഇവിടെ വീട്ടിലൊന്നുമില്ല. ഗ്രാൻഡ്-മദർ സെഡ്, ഐ ലുക്ക്ഡ് ഫോർ ഹിം എവരിവെയർ. ഞാൻ അവനെ ഇവിടെ വീട് മൊത്തം നോക്കി എന്ന് പറയുകയാണ്. The news spread. Then grandfather stood up and went outside and called aloud, "Come, Raja, come. I won't beat you." But I did not answer him, for I thought that he would beat me. Grandfather അങ്ങനെ എണീറ്റ് നിന്ന് എല്ലായിടത്തേക്കും നോക്കിയിട്ട് പിന്നെ രാജയെ വിളിക്കുകയാണ്. കം രാജ, കം. തിരിച്ചു വരൂ രാജ. ഐ വോണ്ട് ബീറ്റ് യു. ഞാൻ നിന്നെ അടിക്കില്ല. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം. പക്ഷേ അവൻ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തില്ല, തിരിച്ച് മറുപടി ഒന്നും കൊടുത്തില്ല. ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ. എന്നെ അടിക്കുമെന്ന് അല്ലെങ്കിൽ രാജ അടിക്കുമെന്ന് അവൻ ഉറപ്പുള്ളത് കൊണ്ട് അവൻ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. മുത്തശ്ശൻ ഇങ്ങനെ കിടന്ന് വിളിച്ചിട്ട്. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി ആൻഡ് സെഡ്, ഹി വോണ്ട് കം. You drove him away. I heard you say that you would beat him if he came home. Poor child, he is afraid of you
and has ran away. Grandfather was angry and said, grandmother was angry and said, അപ്പോഴത്തേക്ക് എന്തുവാ, മുത്തശ്ശി വളരെ ദേഷ്യത്തോടെ പറയുകയാണ്, he won't come, അവൻ ഒരിക്കലും തിരിച്ചു വരത്തില്ല, നിങ്ങളാണ് അവനെ ഓടിച്ചു വിട്ടത്. ഞാൻ കേട്ടായിരുന്നു നിങ്ങൾ പറയുന്നത്, അവൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ അടിക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എന്ന് മുത്തശ്ശി പറയുകയാണ്. പുവർ ചൈൽഡ്, പാവം കുട്ടി, അവൻ പേടിച്ചായിരിക്കും എവിടേക്കെങ്കിലും ഓടിപ്പോയത്. Grandfather called the servant and asked them to go out and look for me. They went out, but after a while returned to say that they could not find me. Grandmother started weeping. Grandfather started walking up and down the courtyard. Grandfather called the servant and asked them to go out and look for me. എന്നെ തിരയാനായിട്ട് മുത്തശ്ശൻ എന്തോ ചെയ്തു, അവിടെയുള്ള സെർവൻസിനെല്ലാം, ജോലിക്കാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് എന്നെ തിരഞ്ഞു പോകാനായിട്ട് ആവശ്യപ്പെട്ടു. അവരെല്ലാവരും പോയിട്ട് ഒരു നിമിഷത്തിന് ശേഷം തിരിച്ചു വന്നു. എന്നെ കിട്ടിയില്ല ആണ് ആ സെർവൻസ് എല്ലാം, ആ ജോലിക്കാരെല്ലാം മുത്തച്ഛനോട് പറഞ്ഞത്. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. മുത്തശ്ശി വിതുമ്പാൻ തുടങ്ങി, അല്ലെങ്കിൽ കരയാൻ തുടങ്ങി. ഗ്രാൻഡ് ഫാദർ ആ സമയത്ത് ആ കോർട്ട്യാർഡിൽ, ആ നടമുറ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനായിട്ട് തുടങ്ങി. The news that I was missing spread. Our neighbors came first, then our relatives, and then others who had heard the bad news. Many came to offer their sympathies to grandmother. ആ സമയത്ത് ഞാൻ മിസ്സായെന്നുള്ള, ഞാൻ നഷ്ടപ്പെട്ടു പോയെന്നുള്ള വാർത്ത അവിടെ എല്ലാം പടർന്നു. ആദ്യം നെയ്ബേഴ്സ് വന്നു, അവിടുത്തെ വീട്ടിനടുത്തുള്ള ആൾക്കാർ വന്നു. അതിനുശേഷം റിലേറ്റീവ്സ് വന്നു, ബന്ധുക്കൾ വന്നു. അതിനുശേഷം ഇത് കേട്ടറിഞ്ഞ് എല്ലാവരുമായിട്ട് വീട്ടിലേക്ക് വരാൻ തുടങ്ങി. എല്ലാവരും വന്നിട്ട് എന്തോ ചെയ്തു, അവർ സിമ്പതി കൊടുക്കാനായിട്ട് തുടങ്ങി. പാവം എന്നൊക്കെ പറഞ്ഞ്, അയ്യോ പാവം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ട് ഇരിക്കാനായിട്ട് തുടങ്ങി. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്. He shouted, "Nothing has happened to the boy. He is hiding somewhere. Can't some of you go out and find him instead of wasting your time here?" ഗ്രാൻഡ്ഫാദറിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല, മുത്തശ്ശന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഉറക്കെ വിളിച്ച് പറഞ്ഞു, അവനൊന്നും സംഭവിച്ചിട്ടില്ല. നത്തിങ് ഹാസ് ഹാപ്പൺ ടു ദ ബോയ്. ഒന്നും അവന് സംഭവിച്ച് കാണത്തില്ല. ഹീ ഈസ് ഹൈഡിങ് സംവെയർ. അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയായിരിക്കും. Can some of you go out and find him instead of wasting your time here? നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ, സമയം പാഴിക്കളയാതെ നിങ്ങൾക്ക് പോയി അവനെ തിരഞ്ഞുകൂടെ എന്ന് മുത്തച്ഛൻ ഉറക്കെ ചോദിക്കുകയാണ്. Some of them went out to search for me. കുറച്ച് പേര് അവനെ തിരഞ്ഞു പോകാനായിട്ട് തുടങ്ങി, അതായത് രാജയെ തിരഞ്ഞു പോകാനായിട്ട് തുടങ്ങി. More and more people came and soon there was a big crowd. By now, grandmother had lost all hopes of seeing me again. She started telling the people what a good boy I was. The search parties returned without finding me. Grandmother started weeping loudly. The women in the crowd also wept. The servants of the house joined in the wailing. They all acted as if I were dead. More and more people, and soon there was a big crowd. അപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. വന്ന് അതൊരു വലിയ ജനക്കൂട്ടമായിട്ട് മാറി. By now, grandmother had lost all hopes of seeing me again. മുത്തശ്ശിക്ക് അവനെ തിരിച്ചു കിട്ടും എന്നുള്ള എല്ലാ ആശകളും അസ്തമിച്ചു. She started telling the people what a good boy I was. മുത്തശ്ശി പറയാൻ തുടങ്ങി, അവനൊരു നല്ല കുട്ടിയായിരുന്നു എന്ന് എല്ലാവരോടും പറയാനായിട്ട് തുടങ്ങി. The search party returned without finding me. എന്നെ തിരയാൻ പോയവരെല്ലാവരും, ആ രാജയെ തിരയാൻ പോയ എല്ലാവരും തിരിച്ചു വന്നു, അവനെ കണ്ടു കിട്ടാതെ തിരിച്ചു വന്നു. Grandmother started weeping loudly. Grandmother ഒരുപാട് ഉച്ചത്തിൽ വിലപിക്കാൻ തുടങ്ങി. The woman in the crowd also wept.
ആ കൂട്ടത്തിലുള്ള സ്ത്രീകളും ഇവരോടൊപ്പം വിലപിക്കാനായിട്ട് തുടങ്ങി, കരയാനായിട്ട് തുടങ്ങി. The servants of the house joined in the wailing. അവിടെയുള്ള ജോലിക്കാരും ഇതിനോടൊപ്പം കൂടി. They all act as if I were dead. അവരെല്ലാവരും ഇങ്ങനെ കിടന്ന് വിലപിക്കുന്നത് കണ്ടാൽ ഞാൻ മരിച്ചു പോയതുപോലെയാണ് അവർ ആക്ട് ചെയ്യാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അവരവിടെ കാണിച്ചത്. I felt very sorry for grandmother. I wanted to come out. എനിക്ക് വളരെ വിഷമം തോന്നി. മുത്തശ്ശിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി. എനിക്ക് പുറത്തിറങ്ങി വരാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് വളരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വില്ലുള്ള ഒരു മനുഷ്യനായിരുന്നു, നല്ല മനസ്സിന് ഉറപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. പക്ഷേ ആ സമയത്തും അദ്ദേഹവും വളരെ വിഷമമുള്ള മനുഷ്യനായിട്ട് എനിക്ക് കാണപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് തോന്നി. He did not, however, lose hope. He stood up, turned in the direction of our family temple and prayed. Help me, God, he said. Give me my child. I want him now. I cannot wait any longer. He then stood silent in prayer. He did not, however, lose hope. ഇതുവരെ ആയിട്ടും എന്തിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഹോപ്പ്, അദ്ദേഹത്തിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല. ഹി സ്റ്റുഡ് അപ്പ്, അദ്ദേഹം എണീറ്റ് നിന്ന്, ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേയ്ഡ്. അദ്ദേഹം കുടുംബക്ഷേത്രത്തിൻ്റെ ആ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഹെൽപ്പ് മീ ഗോഡ്, എന്നെ സഹായിക്കൂ. ഗീവ് മീ മൈ ചൈൽഡ്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരൂ. ഐ വോണ്ട് ഹിം നൗ, എനിക്കിപ്പോൾ അവനെ വേണം. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ, എനിക്കിനിയും കാത്തിരിക്കാൻ കഴിയില്ല. ഹീ ദെൻ സ്റ്റുഡ് സൈലന്റ് ഇൻ പ്രയർ, അദ്ദേഹം മിണ്ടാതെ പ്രാർത്ഥനയോടെ ഇങ്ങനെ നിന്നു. അറ്റ് ദാറ്റ് മൊമെന്റ് അങ്കിൾ റിട്ടേൺ. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്. ഹി കെയിം ടു ദ കൗ ഷെഡ് ആൻഡ് ആസ്ക്ഡ് മീ ടു കം ഡൗൺ. I came down. Uncle took me into the house. Grandfather had just finished his prayer and returned. As he opened his eyes, he saw me standing before him. He took me up in his arm in joy, hugged me and said, God heard my prayers and has given you back to us. At this moment, uncle returned. ആ സമയത്ത് എന്തോന്ന് ചെയ്തു? അങ്കിൾ തിരിച്ചു വന്നു. He learned what was happening at home. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. He looked around and guessed where I was. അദ്ദേഹം ചുറ്റും ഇങ്ങനെ നോക്കിയിട്ട് എവിടെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ഗസ് ചെയ്തു. He came to the cow shed and asked me to come down. ആ കൗ ഷെഡിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അങ്കിൾ എന്നോട് അവിടെ നിന്ന് ഇറങ്ങി വരാനായിട്ട് ആവശ്യപ്പെട്ടു. ഐ കെയിം ഡൗൺ, ഞാൻ ഇറങ്ങി വന്നു. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദ ഹൗസ്, അങ്കിൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രെയർ ആൻഡ് ടേൺഡ്. അപ്പോഴാണ് മുത്തശ്ശൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴോ ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ് ഹി സൗ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. കണ്ണ് തുറന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. He took me up in his arm in joy. അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവനെ ഇങ്ങനെ എടുത്തു പൊക്കി. Hugged me and said, അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, God heard my prayers and has given back to us. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ദൈവമാണ് ഇവനെ തിരിച്ചു തന്നതെന്ന് പറഞ്ഞു. ഇതോടെ രാജയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്.